ഹലോ ഗൈസ്, ഇന്ന് നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അതായത് നമുക്കിന്ന് കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഡ്രീം കേക്ക്, കുക്കി പൈ, ബ്രൗണീസ്, അതുപോലെ തന്നെ കേക്ക്സ് ഒക്കെ ഓർഡർ ഉണ്ടായിരുന്നു. കേക്ക്സിൻ്റെ വീഡിയോ ഞാൻ അതിൽ കാണിക്കുന്നില്ല, കാരണം എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കേക്കിൻ്റെ ഐറ്റംസ്, കുറച്ച് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താനായിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൽ കൂടെ ആഡ് ആവും. വീഡിയോ ഭയങ്കര ലെങ്തായി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓർഡേഴ്സ് എല്ലാം വന്നേക്കുന്നത് രാത്രി നല്ല ലേറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ഉണ്ടോ നോക്കിയപ്പോൾ 2-3 സാധനങ്ങൾ മിസ്സിങ് ഉണ്ട് കേട്ടോ. അതായത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിട്ടു. രാവിലെ തന്നെ നമ്മൾ ഷോപ്പിൽ പോയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഇന്നേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാം കൂടി എടുക്കാനുള്ള ടൈമില്ല. കാരണം പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നേക്ക് വേണ്ട ഐറ്റംസ് മാത്രം എടുത്തിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് വന്നിട്ട് മെല്ലോൻ്റെയും വാൻഹോണ്ടൻ്റെയും കോമ്പൗണ്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. ഈ ട്രഫിൾ കേക്ക്സ് അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് വെച്ചിട്ട് എന്തെങ്കിലും ഗനാഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് വാൻഹോണ്ടൻ്റെ ബ്രാൻഡ് തന്നെയാണ്. മെല്ലോനേക്കാട്ടിലും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്നത് വാൻഹോണ്ടൻ്റെ ബ്രാൻഡാണ്. പിന്നെ നമുക്ക് മെല്ലോൻ്റെ നല്ല ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. മെല്ലോൻ്റെ അത്യാവശ്യം എല്ലാവരും യൂസ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് എപ്പോഴും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്ന വാൻഹോണ്ടനാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മെല്ലോ തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ. ചെയ്യുന്നവരും ബേക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ വാൻഹോണ്ടനും മെല്ലോയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. വാൻഹോണ്ടൻ്റെ ബ്രാൻഡ് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടും ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വാനില എസെൻസ്. വാനില എസെൻസ് വന്നിട്ട് ഇതുപോലൊരു ബോട്ടിലാണ്. ഞാൻ ബുഷിൻ്റെ ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഞാൻ പെട്ടെന്ന് തിരക്കിൽ ആ ഒരു വാനില എസെൻസ് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ മാജിക് കളേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാജിക് കളേഴ്സ് ആണ്. ഈ 6 വർഷമായിട്ട് ഞാൻ മാജിക് കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഡ്രീം കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കുക്കി പൈ ഉണ്ടാക്കുകയാണ്. ഇതാണ് ചോക്ലേറ്റ് കുക്കി പൈ കേട്ടോ. അടിപൊളിയാണ്. ഇത് കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലായിടത്തേക്കും നമ്മുടെ കൊറിയർ സർവീസ് ഉണ്ട്. ഇതിൻ്റെ കുക്കി പൈ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ ബ്രൗണീസും അടിപൊളിയാണ്. എല്ലായിടത്തേക്കും കൊറിയർ സർവീസ് ഉണ്ട്. വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. കുക്കി പൈയുടെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. കിൻഡർ ഉണ്ട്, അതുപോലെ സ്നിക്കേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലേവറിൽ നമുക്ക് ആക്കാം കേട്ടോ. കിൻഡറാണ് എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കിൻഡർ അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഡ്രീം കേക്കിന് ഫൈനൽ ലെയർ ആയിട്ടുള്ള കൊക്കോ പൗഡർ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ കുറച്ച് ന്യൂട്രലയും നട്ട്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളുടെ കുക്കി പൈ ഏകദേശം ഇത് പാക്ക് ചെയ്ത് ഞാൻ കൊടുത്തയച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളുടെ കുക്കി പൈ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്? ഇത് കഴിക്കാനും അടിപൊളി തന്നെയാണ്. നിങ്ങൾ വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.